ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഹലോ സാപ്പിയൻസിന്റെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഉദ്ഘാടനമായിരുന്നു കോഴിക്കോട് നളന്തയിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിന് ഏതാണ്ട് ഒരു 10-15 പേര് മാത്രമേ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളെങ്കിലും പക്ഷെ നമ്മൾ ഒരു 10-38 പേരോളം ഉണ്ടായിരുന്നു. വളരെ നല്ല രൂപത്തില് പാട്ടും സൗഹൃദ കൂട്ടായ്മയായിരുന്നല്ലോ. സ്നേഹം പങ്കുവച്ചും ചുമ്മാ ഒരു പ്രഭാഷണം നടത്തുക, അത് കേൾക്കുക, പോകുക എന്നതിലുപരി ഒരുപാട് വിജ്ഞാനവും വിനോദവും ഒക്കെ ലഭിക്കുകയുണ്ടായി. അതിനിടയിൽ ഒരു കേക്ക് മുറിച്ചു. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ചുമ്മാ കുറച്ച് പ്രസംഗിക്കുക, ഓടി വരുന്നു, കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സെൽഫി എടുക്കുന്നു, പോകുന്നു എന്നതിലുപരി ഒരു പങ്കുവയ്ക്കലുകൾ. നമ്മൾ മതം വിട്ടു, മതത്തെ വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മളാരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട്, ഞാനല്ല നമ്മളാണ് എന്ന ഒരു വിളിച്ചറിയിക്കൽ കൂടിയായിരുന്നു അത്. അങ്ങനെ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ എത്തി. അതിലെ ഏറെ സ്ത്രീരത്നങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ ആ സദസ്സിനെ വളരെ മനോഹരമാക്കിയെന്ന് തന്നെ പറയാം. അതിനിടയിൽ വിചിത്രം എന്ന വണ്ണം ചില കുസൃതി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ആളുകൾ അവരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അങ്ങനെ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരുപാട് വിചിത്രമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഹലോ സാപ്പിയൻസ് വന്നിട്ടുള്ളത്. അത് കണ്ടക്ട് ചെയ്തത് ഒരുപാട് ആളുകളുണ്ട്. എടുത്തു പറയേണ്ടുന്ന പേര് ഒന്ന് റിജു ആണ്, പിന്നെ 2 ബോണ്ട് ബാബു ചേട്ടനാണ്, പിന്നെ MRC തുടങ്ങിയ നാസർ. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ധാരാളം ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അതല്ലാതെ സിംഹവാലം കുരങ്ങുകളെ പോലെ കുറച്ചാളുകൾ അങ്ങന്നും ഇങ്ങന്നും എന്തോ പറയുന്നു, അവര് ഇനി അടുത്ത വേദിയിൽ അത്ര ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് മുമ്പിൽ ഓരോ വേദികളിൽ നിന്നും ഓരോ വേദികളിലേക്കായി 1 നിന്നും 9 ആളുകൾ വർദ്ധിച്ചു വരുന്നു. അതിനിടയിൽ 2-3 കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചു. മലബാർ ഗോൾഡ് നൽകുന്ന എന്തോ സ്വർണമൊക്കെയാണ് സമ്മാനമായി കിട്ടിയത്. എന്തായിരുന്നാലും ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ഇന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഞാൻ എത്താൻ ഒരല്പം താമസിച്ചു. എന്നിരുന്നാലും എത്തി, എല്ലാവരുമായിട്ടും സൗഹൃദം പങ്കുവച്ചു. നമ്മുടെ ആകുലതകളും ഇനി എന്തൊക്കെയാണ് നമ്മൾ തുടർന്ന് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഏതാണ്ട് നമ്മൾ നല്ല ഒരു പരിഹാരത്തിലും ഒക്കെ തീരുമാനത്തിലും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ആ ചോദ്യം എന്താണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ? ആ 1 കിലോ സ്വർണം കിട്ടുന്ന ചോദ്യം, അപ്പൊ അത്രയ്ക്ക് മൂല്യമുള്ളതായിരിക്കുമല്ലോ ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചത് ആരാണ്, എന്താണ് ചോദ്യം, ഉത്തരം പറഞ്ഞത് ആരാണ്, അത് തന്നെയാണോ ഉത്തരം, അതിനപ്പുറം നമ്മുടേതായിട്ടുള്ള ഉത്തരം വേറെയുണ്ടോ? ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമല്ലോ. ശരി, നമുക്ക് നോക്കാം. ഉത്തരം പറയുന്നത് കൈ പൊക്കല്ല വിളിച്ചു പറയുന്നത്. ചോദ്യം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവസരം തരാം, പരോത്തരം പറയാം. ഒരു ജിയും ജി മനസ്സിലായില്ലേ? ഗോഡ് അല്ലെ ഡോഗിന്റെ അവസാനം. അപ്പൊ ട്രാവൽ ഇതിന്റെ 1 സമ്മാനം 1 കിലോ സ്വർണം. കേൾക്കുന്നില്ല, ബൈക്ക് കേൾക്കുന്നില്ല. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒറിജിനാലിറ്റി. വേറെ ഉത്തരണ്ടോ? ഇരിക്കും. അടുത്ത ആൾ ആരെങ്കിലും ഉത്തരം ഒരു 30 സെക്കൻഡ് സമയം തരുള്ളൂ. വേറെ ആർക്കും ഉത്തരമില്ല. 30 സെക്കൻഡ് കഴിഞ്ഞ ഉത്തരം ശരിയാണ്. 1ാം സമ്മാനം ജാവേദ്. ഒരു ജി 4 ടി. 1 ജി 4 ടി. ഫാത്തിമക്കാണ് 1 കിലോ സ്വർണം. സ്വർണം ധരിക്കാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് വേണ്ട വിളിച്ചെടുപ്പിക്കുക. സ്വർണം
ഒരു കിലോ സ്വർണം കൊണ്ടുപോകുന്നു. അതാ കയ്യിലേക്ക് പല്ല് തേച്ചിട്ട് പല്ല് തേക്കാനുള്ള വീട്ടിൽ പോയിട്ട് ഒരു സ്ഥിതിഗോചനോട് ചോദിച്ചിട്ട് ഞാൻ അടുത്ത ആൾക്ക് ഇതേപോലെ അവസരം എന്താണ് ഞാൻ തന്നെ കൈകാര്യം ശ്രദ്ധിക്കാം. ചോദ്യം ശ്രദ്ധിക്കാം. അടുത്ത ഒരു കിലോമീറ്റർ ബാക്കിയുണ്ട്. അയ്യോ നല്ല വെയിറ്റ്. അടുത്ത ഒരു കിലോ സ്വർണം അച്ഛന്മാരുടെ മക്കൾക്ക് കൊടുക്കാനോ ഭാര്യമാരുടെ സ്ഥലം ധരിക്കാനോ കുട്ടികളുടെ കിലോ സ്വർണം കൊടുക്കും. അടുത്ത ചോദ്യം, നമ്മുടെ കണ്ണനൊരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ പേരെന്താണ്? ഉത്തരവാദിത്തം കൈ വയ്ക്കാതെ കണ്ണനൊരു സഹോദരനുണ്ട്, ഒരാൾ കൈ വയ്ക്കിയിട്ടുണ്ട്. അതൊന്നും ആരെ കൈ വയ്ക്കിയതാണ് അവിടെ കാര്യം നോക്കാനുള്ളത്. ബൈക്ക് അടുപ്പിച്ച് സംസാരിക്കണം. അവർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. അടുത്ത ദിവസം ആർക്കും പറയാനുണ്ടോ? അല്ലാത്ത ഒരു ആർക്കും പറയാനുണ്ടോ? ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ കൈയടിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഗംഭീര സമ്മാനമാണ് കൊടുക്കുന്നത്. അറിയില്ലേ? ഒരു രണ്ടാമത്തെ ഉത്തരം കണ്ടപ്പോ അടുത്ത വേറെ ചോദ്യം അടുത്ത ഉത്തരം അതാ പിന്നീട് ബൈക്ക് കൊടുക്കും. ഒരു കണ്ണപ്പം വന്നിട്ടുണ്ട്, ഐബ്രോ വന്നിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ. മൂന്നാമത്തെ ഉത്തരം കൈയടിക്കണേ. ഉത്തരൊക്കെ പറഞ്ഞ എന്തായാലും കൈയടിക്കും. കണ്ണിന് ഒരു സഹോദരനുണ്ട്, സഹോദരന്റെ പേരെന്താണ്? അപ്പൊ ഇത് മൂന്നാമത്തെ 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഐബ്രോ എന്നതാണ് ശരിയായ ഉത്തരം. ഐബ്രോ പറഞ്ഞാൽ നമ്മളോട് സമ്മാനം വാങ്ങാം. നമ്മുടെ അബ്ദുൽ മാഷ് സമ്മാനം തരുന്നതായിരിക്കും. അടുത്ത പരിപാടി ആരെങ്കിലും മാജിക് എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും പെട്ടെന്ന് പരിപാടികൾ അവതരിപ്പിക്കാം. എന്തെങ്കിലും ഐബ്രോ എന്നല്ല ഉത്തരം പറഞ്ഞു. ഒരു സെക്കൻഡ് സഹോദരൻ കണ്ണിന് സഹോദരൻ അയ്യപ്പൻ എന്തായാലും ആവില്ല. പിന്നെ കണ്ണപ്പൻ തന്നെ കണ്ണിന് അപ്പനായി. അപ്പന്റെ ഇതല്ല അവന്റെ സഹോദരനാണ് വേണ്ടത്. സുസ്ഥിതി ചോദ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ 7 ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്വർണ്ണങ്ങളും വേണ്ടി ചെമ്പും ബുക്കൊക്കെ വരുന്നുണ്ട്. അടുത്ത രാജീവ് എവിടെ മാജിക്ക് പേരുണ്ടോ? ഇത് കഴിഞ്ഞോട്ടോ. അടുത്ത ആരെങ്കിലും പരിപാടികൾ പാടാനോ സംസാരിക്കാനോ ഇത് പരിചയപ്പെട്ടതും പോകാനുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പൊ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 1-2 മിനിറ്റിനുള്ളിൽ സംസാരിച്ചല്ലോ. നമ്മളെ രവീൻ തന്നെ വിളിക്കുന്നില്ല. രവിയുടെ പാട്ട് പാടോ? പാട്ട് പാടാൻ ലിബിൻ വരും. ഒരാൾ കാര്യങ്ങൾ